ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം സംഖ്യാപുസ്തകം 26 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം സംഖ്യാപുസ്തകം 27 അധ്യായം 17 വാക്യം. സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിലെ കഴിഞ്ഞുപോയ കാലത്തിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടമാണ് സംഖ്യാപുസ്തകം 26 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ. ഒരു തലമുറ മരുഭൂമിയിൽ അവസാനിക്കുകയും പുതിയ തലമുറ ഇപ്പോൾ കനാൻ ദേശത്തിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനുഷ്യർ മാറുന്നു, തലമുറകൾ മാറുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്കോ നിയമങ്ങൾക്കോ കരുതലിനോ വിശ്വസ്തതയ്ക്കോ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വായനഭാഗം നമ്മെ ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വത്തെയും ആരാധനയെയും കുറിച്ച് പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൈമാറ്റപ്പെടുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. കനാനിലേക്ക് യാത്ര ചെയ്ത പഴയ തലമുറ അനുസരണക്കേടുകൊണ്ട് മരുഭൂമിയിൽ മരിച്ചു പോകുന്നു. എന്നാൽ പുതിയ തലമുറയെ നയിക്കുന്നതിനായി ദൈവം പുതിയ വ്യക്തികളെ നിയോഗിക്കുന്നു. മോശയ്ക്ക് ശേഷം നേതൃത്വം നൽകുവാനായി യോശുവയെ ദൈവം നിയോഗിക്കുന്നു. തലമുറകൾ മാറുമ്പോൾ നേതൃത്വവും മാറണമെന്ന് ദൈവം തീരുമാനിക്കുന്നു. എങ്കിലേ കാലഘട്ടത്തിന് അനുയോജ്യമായ സംഗതമായ ശുശ്രൂഷകൾ നിവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സംഖ്യാപുസ്തകം 27 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ ശുശ്രൂഷകൾക്കായി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ യഹോവയുടെ ആത്മാവുള്ള മനുഷ്യനെയാണ് ഇവിടെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സഭയിലും സമൂഹത്തിലും സ്ഥാനമല്ല പ്രധാനം, മറിച്ച് ആത്മാവുള്ള ജീവിതത്തിനാണ് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. നാം അധികാരങ്ങളിലോ സ്ഥാനമാനങ്ങളിലോ ആയിരുന്നാലും അല്ലെങ്കിലും ദൈവിക ശുശ്രൂഷ നിവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് ദൈവം ഇതിലൂടെ നമ്മോട് കൽപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് കൈമാറ്റപ്പെടുന്ന ആരാധനയെക്കുറിച്ചാണ്. യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും ദൈവം യാഗങ്ങളെയും ഉത്സവങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തലമുറ മാറ്റപ്പെട്ടു പോയെങ്കിലും പുതിയവർ അത് തുടർന്നു കൊണ്ട് പോകേണ്ടതാണ്. സ്രഷ്ടാവായ ദൈവത്തെ സൃഷ്ടികൾ മഹത്വപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ വിജയത്തിന് മുമ്പും പിൻപും ആരാധന ആവശ്യമാണെന്ന് ദൈവം ഇവിടെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നിങ്ങളുടെ യാത്രയിൽ എപ്പോഴും ആരാധനയോടെ മുന്നോട്ട് പോകുവാനുള്ള നിർദ്ദേശമാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്ന് നടക്കണം എന്ന തിരക്ക് പിടിച്ച ഒരു യുഗത്തിലാണ് നാം ഏവരും ആയിരിക്കുന്നത്. വേഗത്തിലുള്ള ഭക്ഷണം, വേഗത്തിലുള്ള വാർത്ത, വേഗത്തിലുള്ള തീരുമാനങ്ങൾ, വേഗത്തിലുള്ള വിജയം, അങ്ങനെ പോകുന്നു എല്ലാം. എന്നാൽ ദൈവം പറയുന്നു, ഈ വേഗതയുടെ നടുവിൽ എനിക്കായി നീ സമയം മാറ്റിവെക്കുക. അതിനാൽ ഈ സ്പീഡ് യുഗത്തിൽ എൻ്റെ ശുശ്രൂഷകൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് നിന്നെയും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. മാറാത്തവനായ ദൈവം, ഇസ്രായേൽ ജനതയോട് കൂടെ ഇരുന്നവനായ ദൈവം ഇന്ന് നമ്മോടും കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ നാം അവനോടൊപ്പമാണോ? ഒരു നിമിഷം ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നെ മറക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിജയത്തിനായുള്ള ഞങ്ങളുടെ ഓട്ടത്തിനിടയിൽ ആരാധനയും ബന്ധങ്ങളും ഉത്തരവാദിത്വങ്ങളും നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരിക്കലും അവിടുന്ന് ഇടയാക്കരുതേ. ആമേൻ.